Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എക്സ്റ്റൻഡ് പ്രിമിറ്റീവ്സിലെ റിംഗ് വേവിനെ കുറിച്ചാണ്. അതിനായി നമ്മൾ കമാൻഡ് പാനലിൽ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കിട്ടും. അതിൽ എക്സ്റ്റൻഡ് പ്രിമിറ്റീവ്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റിംഗ് വേവ് എന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ പാരാമീറ്റേഴ്സ് അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ വന്നത് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ റിംഗ് വേവ് എന്ന ഓപ്ഷനാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഒന്ന് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നമുക്ക് റേഡിയസ് കിട്ടും. എന്നിട്ടൊരു മൗസ് ഒന്ന് റിലീസ് ചെയ്യുക. അതിനുശേഷം ഇന്നർ റേഡിയസ് എത്രയാണോ, അതായത് റിംഗ് വിടുത്ത് കണ്ടോ അവിടെ മാറുന്നത് കാണാം. നമുക്ക് റിംഗ് വിടുത്ത് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ നമുക്ക് റേഡിയസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം. റേഡിയൽ സെഗ്മെന്റ് നമ്മൾ സൂം എക്സ്റ്റെൻഡ് കൊടുത്തു, എന്നിട്ട് റേഡിയൽ സെഗ്മെന്റ് ആഡ് ചെയ്യുമ്പോൾ ഈ വ്യൂവിൽ റേഡിയൽ സെഗ്മെന്റ് വരുന്നത് കാണാം. കണ്ടോ, റേഡിയൽ സെഗ്മെന്റ് ഇങ്ങനെ ഷേപ്പ് ആയിട്ടുള്ളത് അത് എത്ര വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമ്മൾ ഒബ്ജക്ട് സെലക്ട് ആയ സമയത്ത് തന്നെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എസ്കേപ്പ് ആയി വിചാരിക്കുക, ടൂളിൽ നിന്ന് എസ്കേപ്പ് ആയി. ഇനി നമുക്ക് അങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ടൂളിൽ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ ഒബ്ജക്ട് സെലക്ട് ആയിരുന്നു. ഒബ്ജക്ട് സെലക്ട് ആയ സമയത്ത് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ പ്ലസ് ഐക്കണ് തൊട്ട് റൈറ്റ് സൈഡിലുള്ള മോഡിഫൈ എന്ന ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഏത് ഒബ്ജക്റ്റ് ആണോ സെലക്ട് ചെയ്തിട്ടുള്ളത് അതിന്റെ എഡിറ്റ് ചെയ്യാനുള്ള എല്ലാ പാരാമീറ്റേഴ്സും ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ കാണാം. ഞാൻ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഡീറ്റെയിൽസ് കാണില്ല. നമ്മളൊരു ഒബ്ജക്ട് സെലക്ട് ചെയ്താൽ മാത്രമാണ് അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് റേഡിയസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ റേഡിയസ് ഇൻക്രീസ് ചെയ്യാം. റേഡിയൽ സെഗ്മെന്റ് ഇപ്പൊ ഞാൻ 3 കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം. കണ്ട 54 അത്ര അധികം കൊടുത്തപ്പോൾ നമുക്ക് മനസ്സിലാവാൻ കൂടിയില്ല. അപ്പൊ ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഡിക്രീസ് ചെയ്യാം. ഇനി റിംഗ് വിടുത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഇന്നർ ഏരിയ മാറുന്നത് കാണാം. കണ്ട റിംഗ് വിടുത്ത് ആവശ്യാനുസരണം എത്രയാണോ വേണ്ടത് അത് കൊടുക്കാൻ പറ്റും. ഇനി സൈഡ് മിനിമം പറഞ്ഞ 3 ആണ്. കേട്ടോ, നമുക്ക് ആവശ്യാനുസരണം എത്രയാണോ വേണ്ടത് അത് കൊടുക്കാം. ഹൈറ്റ് കൊടുത്ത ഒരു തിക്നെസ് വരുന്നത് കാണാൻ പറ്റും. കേട്ടോ, ഒരു 3D കണ്ട ഹൈറ്റ് കൊടുത്തപ്പോ 3D ഷേപ്പിൽ വന്നു. ഈ ഹൈറ്റ് സെഗ്മെന്റ് ഇവിടെ സെഗ്മെന്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് F4 കാണിച്ചാൽ നമുക്ക് എഡ്ജ് ഫേസും കൂടി ഓൺ ആക്കാൻ പറ്റും. അതായത് കണ്ട ഡീഫോൾട്ട് ഷെയ്ഡിങ്ങും എഡ്ജ് ഫേസും കൂടി സൈമൾട്ടേനിയസ്ലി ഓൺ ആക്കാൻ F4 പ്രസ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ ഹൈറ്റ് സെഗ്മെന്റ് ഇവിടെയാണ് ഹൈറ്റ്, അവിടെ സെഗ്മെന്റ് ആഡ് ചെയ്യുമ്പോൾ ഹൈറ്റ് സെഗ്മെന്റ് ആഡ് ആവുന്നതാണ്. അപ്പൊ ആവശ്യാനുസരണം നമുക്ക് ഹൈറ്റ് സെഗ്മെന്റ് ആഡ് ചെയ്യാം. ഇത്രയാണ് നമുക്ക് റിംഗ് വേവിൽ സൈസിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. നമുക്ക് ഇവിടെ ഒരു 3 ഓപ്ഷൻസ് കാണാം. അത് ആനിമേഷൻസ് യൂസ് ചെയ്യുന്നതാണ്. അതായത് നോ ഗ്രോത്തിലാണ് ഇപ്പോൾ എടുക്കുന്നത്. അതായത് കംപ്ലീറ്റ്ലി ഈ ഷേപ്പിൽ തന്നെ ആയിരിക്കും. അതായത് നമുക്ക് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കണ്ട ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ കണ്ട ഈ ടൈം സ്റ്റാമ്പ് 0 to 100 വരെ ഈ ഷേപ്പ് തന്നെ ആയിരിക്കും. കംപ്ലീറ്റ്ലി ഷേപ്പിലൊരു ഗ്രോത്തോ ചെറുതിൽ നിന്ന് വലുതിലേക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. കംപ്ലീറ്റ്ലി ഇതേ ഷേപ്പ് തന്നെ ആയിരിക്കും. ഉള്ളിലൊന്ന് ജസ്റ്റ് റിംഗ് ഒന്ന് മൂവ് ചെയ്യുന്നത് കാണാം, ജസ്റ്റ് ഒന്ന് ഇളകുന്നത് കാണാൻ പറ്റും. അതിന് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് പിടിച്ച് ഈ മൂലയ്ക്ക് ഒന്ന് കൊണ്ടുപോയിക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ഗ്രോ ആൻഡ് സ്റ്റേ കൊടുത്താൽ ഈ ടൈം സ്റ്റാമ്പ് നമ്മൾ ആദ്യം പ്ലേ ചെയ്യണം. അതായത് പ്ലേ ആനിമേഷൻ കൊടുത്താൽ കണ്ട ആദ്യം 0 എന്ന പോയിന്റിൽ നിന്ന് ഇവിടെ കണ്ട ഗ്രോ ടൈം 60ക്ക് എത്തുമ്പോൾ ഈ 60ക്ക് എത്തുമ്പോൾ കംപ്ലീറ്റ് ഷേപ്പ് ആയിട്ടുണ്ടാവും. 60 എത്തിയിട്ട് ഈ 100 വരെ അതന്നെ മെയിൻറ്റെയിൻ ചെയ്യും. കേട്ടോ, 0 സ്റ്റാർട്ട് ചെയ്ത് 60 എത്തുമ്പോഴേക്കും ആ കംപ്ലീറ്റ് ഷേപ്പ് ആവും. ഞാൻ 60 മാറ്റി ഞാൻ 20 കൊടുത്തു വരിക. ഗ്രോ ആൻഡ് സ്റ്റേ ആദ്യത്തെ സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം ഗ്രോ ആൻഡ് സ്റ്റേ 20 ജസ്റ്റ് പ്ലേ ആനിമേഷൻ കൊടുത്തു. കണ്ടോ 20 ആകുമ്പോഴേക്കും ഫുൾ ഷേപ്പ് ആയി. പെട്ടെന്നാണ് ഈ 0 എന്നുള്ള 20 ആ വളരെ മൈന്യൂട്ട് ടൈമിലാണ് പെട്ടെന്ന് ഷേപ്പ് ക്രിയേറ്റ് ആയി. പിന്നെ കോൺസ്റ്റന്റ് ആയിട്ട് 100 വരെ. 20ക്ക് പകരം ഞാനിപ്പോ ഒരു 90 കൊടുത്തു വരിക. അതിനുശേഷം ജസ്റ്റ് ഇതൊന്ന് ഓഫ് ആക്കുക. ആദ്യം ഇത് ഓഫ് ആക്കി അതിനുശേഷം 0 to 90 കൊടുത്തു, ജസ്റ്റ് പ്ലേ ചെയ്തു. കണ്ടോ മെല്ലാണ് ഗ്രോത്ത് വരുന്നത്. ഈ 90ക്ക് എത്തുമ്പോഴാണ് അതിന്റെ ഫുൾ ഷേപ്പ് ക്രിയേറ്റ് ആവുന്നത്. അപ്പൊ അതിന് ഓഫ് ആക്കുക, ജസ്റ്റ് ഓഫ് ആക്കുക, കോർണറിൽ കൊണ്ടുപോയിക്കുക. ഈ സൈക്ലിക് ഗ്രോത്ത് കൊടുത്താൽ ജസ്റ്റ് പ്ലേ ബട്ടൺ കൊടുക്കുക. കണ്ടോ 0 നിന്ന് ഫുൾ ആവുന്നു. വീണ്ടും കണ്ടോ ഒരു
വേറൊരു രീതിയിലാണ് ഗ്രോത്ത് വരുന്നത്. അപ്പൊ അത് ആ 3 ഓപ്ഷനാണ് നമുക്ക് ആനിമേഷൻ യൂസ് ചെയ്യാവുന്നത്. ജസ്റ്റ് ഓഫ് ആക്കി വെക്കുക. ഇനി നമുക്ക് നോ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പൊ നമുക്ക് നോർമൽ ഷേപ്പിലേക്ക് കിട്ടും. ഇനി നമുക്ക് ഔട്ടർ എഡ്ജ് ബ്രേക്കപ്പ് അതേപോലെ ഇന്നർ എഡ്ജ് ബ്രേക്കപ്പ് പറഞ്ഞിട്ട് 2 ഓപ്ഷൻസ് കാണാം. അതായത് നമുക്ക് ഈ വ്യൂ ഞാൻ ജസ്റ്റ് Alt W പ്രസ് ചെയ്ത് ജസ്റ്റ് വലുതാക്കുന്നു. F4 പ്രസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഔട്ടർ ഇന്നർ എഡ്ജ് ബ്രേക്ക് പറഞ്ഞാൽ ഈ ഏരിയ ഇതാണ് ഇന്നർ എഡ്ജ് ബ്രേക്ക്, ഇതാണ് ഔട്ടർ എഡ്ജ് ബ്രേക്ക്. ഇന്നർ എഡ്ജ് ബ്രേക്കിൽ 11 മേജർ സൈക്കിൾ ഉണ്ട്. അപ്പൊ ഞാൻ ഡിക്രീസ് ചെയ്യണമെങ്കിൽ കണ്ട ഇന്നറിത്തെ സൈക്കിളിന്റെ എണ്ണം കുറയുന്ന കാണാം. ഒരു പെന്റഗൺ പോലെ ഇന്നറിൽ മെയിൻ ആയിട്ടുള്ള സൈക്കിൾസ്. ഇനി അതിന്റെ തന്നെ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇൻക്രീസ് ചെയ്യുക. വിഡ്ത്ത് ഫ്ലക്സ് വ്യത്യാസം വരുത്തണമെങ്കിൽ കണ്ട ആ 5 തമ്മിലുള്ള വിഡ്ത്ത് ഫ്ലക്സ്, അതായത് ജസ്റ്റ് ചേഞ്ച് ഓരോന്നും തമ്മിലുള്ള ഹൈറ്റും അതൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ വിഡ്ത്ത് ഫ്ലക്സിൽ വ്യത്യാസം വരുത്തും. ക്രൗഡ് ടൈമിൽ നമ്മൾ വ്യത്യാസം വരുത്തിയാൽ അത് നമ്മൾ ഇവിടെ പ്ലേ ചെയ്യുമ്പോൾ വ്യത്യാസമാണ് നമുക്ക് കാണാൻ പറ്റുക. അതിൽ നമ്മളിപ്പോ 124 പകരം വ്യത്യാസം കൊടുക്കുമ്പോൾ കണ്ട എങ്ങനെയാണ് പ്ലേ ചെയ്യുന്നത് ആ ഒരു വ്യത്യാസം കാണാനാണ് ഈ ക്രൗഡ് ടൈം നമ്മൾ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഓഫ് ആക്കണമെങ്കിൽ ജസ്റ്റ് ഇവിടെ കൊണ്ടുപോയി വയ്ക്കുക. അതിനുശേഷം മൈനർ സൈക്കിൾസ് ഉണ്ട് കണ്ട ഈ ചെറിയ അത് മൈനർ സൈക്കിൾസിന്റെ എണ്ണം 29 ആണ്. അപ്പൊ അത് കുറയ്ക്കണമെങ്കിൽ അത് കുറയ്ക്കാം. അപ്പൊ അത് കൂട്ടണമെങ്കിൽ കണ്ട മേജറായിട്ട് ഒരു 6 ഉണ്ട് കണ്ട. അതിന്റെ ഇടയിൽ ഈ മൈനർ ആയിട്ടുള്ള ചെറിയ സൈക്കിൾസ് ഉണ്ടാക്കണമെങ്കിൽ മൈനർ സൈക്കിൾസ് യൂസ് ചെയ്യുക. അത് 21 ആണ്. കുറച്ചിട്ട് 0 ആണ് കൊടുത്തു വിചാരിക്കുക. 0 കൊടുത്തണ്ട കറക്റ്റ് ഒരു മൈനർ സൈക്കിളിലാണ്ടുള്ള ഷേപ്പ് കിട്ടും. അപ്പൊ നമുക്കത് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യുക. മൈനർ സൈക്കിൾസ് കുറച്ച് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കൊടുക്കുക. ഈ മൈനർ സൈക്കിളിന്റെ വിഡ്ത്ത് ഫ്ലക്സ് കണ്ട മൈനർ സൈക്കിൾസ് അവ തമ്മിലുള്ള ആ വിഡ്ത്ത് ഫ്ലക്സ് മാറ്റം വരുത്താനും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. കണ്ട മൈനർ സൈക്കിൾ തമ്മിലുള്ള വിഡ്ത്ത് ഫ്ലക്സ് അത് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് അവിടെയും മാറ്റം വരുത്താം. ഇനി അതിന്റെ ക്രോൾ ടൈംസും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക. അതും പ്ലേ ചെയ്യുമ്പോഴാണ് നമ്മൾ ക്രോൾ ടൈം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. കണ്ട എങ്ങനെയാണോ വേണമെന്ന് വെച്ചാൽ ഓഫ് ആക്കുക. ജസ്റ്റ് ഇവിടെ കൊണ്ടുവയ്ക്കുക. അപ്പൊ അത് ഓഫ് ആയി. ഇനി അതേപോലെ തന്നെ ഔട്ടർ എഡ്ജ് ബ്രേക്കപ്പ് ഉണ്ട്. ഔട്ടർ എഡ്ജ് ബ്രേക്കപ്പ് ഓൺ ആക്കി കൊടുത്താൽ ഈ ഔട്ടർ എഡ്ജിലാണ് കിട്ടുക. അപ്പൊ മേജർ സൈക്കിൾസ് പറഞ്ഞാൽ 1 ആണ് കൊടുത്തിട്ടുള്ളത്. മൈനർ സൈക്കിൾസും 1 ആണ് കൊടുത്തുള്ളത്. ഇനി വിഡ്ത്ത് ഫ്ലക്സ് ആഡ് ചെയ്യണമെങ്കിൽ കണ്ട ഇവിടെ ജസ്റ്റ് ചെറിയ വ്യത്യാസം വരുന്ന കാണാൻ പറ്റും. കണ്ട വിഡ്ത്ത് ഫ്ലക്സ് ആഡ് ചെയ്യുമ്പോൾ ഔട്ടറിൽ വ്യത്യാസം വരുന്ന കാണാം. അതേപോലെ വിഡ്ത്ത് ഫ്ലക്സ് മൈനർ സൈക്കിൾ വ്യത്യാസം വരുത്തുമ്പോൾ കണ്ട ജസ്റ്റ് ഒരു ചെറിയ വ്യത്യാസം ഇവിടെ വരുന്ന കാണാം. കണ്ട മൈനർ സൈക്കിൾസ് ഓരോന്നും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് നമുക്കിപ്പോ റേഡിയസ് കൂട്ടിയായിരിക്കുക. അതിന്റെ റിംഗ് വിഡ്ത്തും കൂട്ടിയായിരിക്കുക. ഇനി നമ്മള് ഔട്ടർ എഡ്ജിൽ മാറ്റം വരുത്തിയായിരിക്കുക. കണ്ട ഔട്ടർ എഡ്ജിൽ വിഡ്ത്ത് ഫ്ലക്സ് ആഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് മാറ്റം വരും. ഈ മേജർ സൈക്കിൾസിന്റെ എണ്ണം കൂട്ടുമ്പോൾ അതിനനുസരിച്ച് വ്യത്യാസം വരുന്നത് കാണാൻ പറ്റും. ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഡിക്രീസ് ചെയ്യുക. ഔട്ടറത്തെ സൈക്കിൾസിന്റെ എണ്ണമാണ്. ഇനി ഇന്നരത്തെ ആണ് വേണ്ടെങ്കിൽ ഇന്നരത്തെ കണ്ട വ്യത്യാസം വരുന്നതാണ്. ഔട്ടറത്തെ വേണമെങ്കിൽ ഔട്ടറിൽ എങ്ങനെയാണോ മാറ്റം വരുന്നത് കണ്ട ഔട്ടറിൽ നമുക്ക് ഷേപ്പ് മാറ്റാൻ പറ്റും. എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് മാറ്റാൻ പറ്റും. ഈ മൈനർ സൈക്കിൾസിന്റെ എണ്ണം ഔട്ടറിൽ വ്യത്യാസം വരുത്തണമെങ്കിൽ അവിടെയും മൈനർ സൈക്കിൾസ് ഉണ്ടാവും. ചെറിയത് അവിടെയും നമുക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇൻക്രീസ് ചെയ്യുക, ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഡിക്രീസ് ചെയ്യുക. അവ തമ്മിലുള്ള വിഡ്ത്ത് ഫ്ലക്സ് കണ്ട അവ തമ്മിലുള്ള വിഡ്ത്ത് ഫ്ലക്സ് അവിടെ മാറ്റം വരുത്തണമെങ്കിൽ അതിനിത് യൂസ് ചെയ്യുക. പിന്നെ ആനിമേഷനുള്ള ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രോൾ ടൈമും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് നമ്മൾ റിംഗ് വേവിലുള്ള ഓപ്ഷൻസ്. അതിന് നമ്മൾ ഈ ഏരിയ മൊത്തം ആനിമേഷനാണ് യൂസ് ചെയ്യുക. റിംഗ് വേവ് ടൈമിങ് പിന്നെ ഈ ഏരിയസ് മൊത്തം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതൊക്കെ ആനിമേഷനാണ് യൂസ് ചെയ്യുക. മെയിൻ ആയിട്ട് ഇത് കംപ്ലീറ്റ് ആനിമേഷൻ പർപ്പസിനാണ് കൂടുതൽ യൂസ് ചെയ്യുക. പിന്നെ ഞാനിത് F4 പ്രസ് ചെയ്ത് ജസ്റ്റ് നമ്മളിത് ഓഫ് ആക്കി. അതിനുശേഷം സ്മൂത്തും ഓഫ് ആക്കി വരിക. ഈ 2 ടിക്ക് ഓഫ് ആക്കിയാൽ നോർമൽ ഷേപ്പിലേക്ക് കിട്ടും. അപ്പൊ കണ്ട ഇന്നർ എഡ്ജ് ബ്രേക്കപ്പിന്റെ എല്ലാ മാറ്റം വന്ന വ്യത്യാസം വരുത്തി ഓഫ് ആക്കി കൊടുത്താൽ കറക്റ്റ് ഈ ഒരു ഷേപ്പ് കിട്ടും. ഇപ്പൊ സ്മൂത്ത് ആയിട്ടാണ് കിടക്കുന്നത്. സ്മൂത്ത് ഓഫ് ആക്കി കൊടുത്താൽ നമ്മൾ ഹൈറ്റും ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫേസുകൾ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ ഞാന് റേഡിയൽ സെഗ്മെന്റ് ആഡ് ചെയ്തു, ഹൈറ്റ് സെഗ്മെന്റ് ആഡ് ചെയ്തു. കണ്ട
ഇവിടെ ഒരു സ്മൂത്ത് അല്ല, ഓരോ ഫേസും തമ്മിലുള്ള ആ ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങൾ പോലെ ഇപ്പൊ കാണാൻ പറ്റും. കണ്ടോ, ഒരു റെക്ടാങ്കിള് ആ സ്മൂത്ത് ഓൺ ആക്കി കൊടുത്താൽ കറക്റ്റ് സ്മൂത്ത് ആയിട്ട് കിട്ടും. സ്മൂത്ത് ഓൺ ആക്കി കൊടുത്താൽ ഇവിടെ വ്യത്യാസം വരുന്നത് കാണാൻ പറ്റും. കണ്ടോ, ജസ്റ്റ് സ്മൂത്ത് ഓൺ ആക്കി കൊടുത്തു, ഇപ്പൊ കറക്റ്റ് സ്മൂത്ത് ആയിട്ട് കിട്ടും. ഇതാണ് നമുക്ക് റിംഗ് വേവിൽ നോക്കാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത മാസം നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.